സഞ്ജു ടെക്കി സ്വിമ്മിംഗ് പൂള്, കാറ്, MBD, ഹൈക്കോടതി തുരത്തി അടി പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജു ടെക്കി ചെയ്ത പ്രവൃത്തിയോട് ഒട്ടും യോജിപ്പില്ല. അട്രോഷ്യസ് ആക്റ്റാണ്. കാരണം സ്വന്തം ലൈഫും ബാക്കിയുള്ള ലൈഫൊക്കെ റിസ്ക് ചെയ്യുന്നൊരു പരിപാടിയാണ് സഞ്ജു ടെക്കി ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ടുവേർഡ്സ് എൻഡിൽ ഞാൻ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇവിടെ സഞ്ജു ടെക്കി ചെയ്തത് ഓക്കെ ഫൈൻ, അവിടെ നിൽക്കട്ടെ. ഇതേപോലത്തെ പ്രവർത്തികളോ അല്ലെങ്കിൽ ഇതിലും എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്റ്റുകളും പല രീതിയിൽ പല സമയത്ത് നമ്മൾ റോഡുകളിൽ കാണുന്നുണ്ട്, ആളുകൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഇടപെടലും ഇൻവോൾവ്മെൻറ്റും എന്തുകൊണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും MBDൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇലക്ഷൻ ടൈമിലുള്ള വണ്ടിയുടെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാനിതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ കണ്ടു സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കിയേക്കും എന്ന് ഞാൻ കണ്ടു. അയാളെ വിളിക്കുന്നു, അയാളെ കമ്മ്യൂണിറ്റി വർക്കിന് അയാൾക്ക് എന്ത് ചെയ്യുന്നു, സമയം കൊടുക്കുന്നു, IDTRൽ വിടുന്നു അയാളെ. അവിടെ അയാൾക്ക് ലേണിംഗ് പ്രോസസ്സ് രണ്ടാമതും കൊടുക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഫൈനും കാര്യങ്ങളും വണ്ടിയുടെ ഫിറ്റ്നസ് റദ്ദാക്കുന്നതും RC കട്ട് ചെയ്യുന്നതും അങ്ങനത്തെ പരിപാടികളുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് ചെയ്തോട്ടെ. പക്ഷെ ഇതൊരുമാതിരി റിവഞ്ച് മെൻറ്റാലിറ്റി, മനസ്സിലായ സംഗതി സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പ്രൊവോക്കേഷൻ ആണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരൻ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ സഞ്ജു ടെക്കിയാണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് വയ്ക്കുക. വണ്ടിയെ ഇഷ്ടപ്പെടുന്നവരും വണ്ടി മോഡിഫൈ ചെയ്യുന്നവരും അല്ലെങ്കിൽ വണ്ടിയിൽ ഭയങ്കരമായിട്ട് ക്രേസ് ഉള്ളവർക്ക് അവരുടെയൊക്കെ പ്രൊഫൈൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 100ന് മുകളിൽ സ്പീഡിൽ ഓടിച്ചു പോകുന്നത് കാണാം, വണ്ടി മോഡിഫൈ ചെയ്യുന്നത് കാണാം. അങ്ങനെയൊക്കെ പിടിച്ച് ലൈസൻസ് റദ്ദാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലൂടെ ഒരുപാട് പേരുടെ ലൈസൻസ് കട്ടാക്കി കൈ കൊടുത്ത് MBDക്ക് വീട്ടിലിരുത്താൻ പറ്റും. എന്നിട്ട് മാമന്മാരെല്ലാവരും കൂടി ഓടിച്ചു പോകേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ അതല്ലല്ലോ വിഷയം. അയാൾക്കൊരു ഇത്ര ഓക്കെ നീ ചെയ്ത പണിക്ക് ഇന്ന പണി എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യണം? അയാൾക്കത് കൊടുക്കണം. അത് കൊടുത്തു തുടങ്ങിയ അയാൾ. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അയാൾ ഞാൻ എങ്ങനെ മുന്നോട്ട് എന്നുള്ളത് നോക്കുന്നതിന് പകരം ഒരുമാതിരി മറ്റേ തൂക്കിയടിയായി പോയി സഞ്ജു ടെക്കിക്ക് ഇട്ടിട്ട്. എന്താണെങ്കിൽ സഞ്ജു ടെക്കി ഇതിനിടയിൽ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ മനസ്സിലാക്കി. സഞ്ജു ടെക്കിക്ക് ഇപ്പോൾ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി എന്താ പറയുക കൃത്യമായിട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തി മോശമായി പോയി ഒരു ടൈം ട്രാവൽ മെഷീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് മാറ്റി രണ്ടാമത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ വരെ ആലോചിച്ച് തുടങ്ങി സഞ്ജു ടെക്കി. കാരണം കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുള്ളത് സഞ്ജു ടെക്കി ആ കണ്ടന്റുകൾ ഇട്ടപ്പോൾ വിചാരിച്ച് കാണില്ല. എന്താണെങ്കിലും IDTR പോയ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സഞ്ജു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളും പ്ലസ് ഇതെന്ത് നടപടി എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒന്ന് സംസാരിക്കാം. ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ആലപ്പിന്ന് നേരെ IDTRലോട്ട് ഒരു യാത്ര അങ്ങ് തിരികെയാണ്. ഏകദേശം 169 കിലോമീറ്റർ ഉണ്ട്. 4.5 മണിക്കൂർ എടുത്ത് ഞങ്ങൾ അവിടെ എത്താൻ. അറൗണ്ട് ഒരു 1:30 മണിയായപ്പോ ഞങ്ങൾ അവിടെ എത്തി. ഈ ഒറ്റൊരു വീഡിയോ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് ന്യൂസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നേരെ കിടന്നുറങ്ങിയ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ വീഡിയോ മാത്രമല്ല ആക്ച്വലി സഞ്ജു ടെക്കിൻ്റെ വിഷയം. ആ വീഡിയോ കഴിഞ്ഞ് വന്ന വീഡിയോസും കൂടിയാണ് ഇതിന് ഫ്യൂവൽ ചെയ്തത്. ഓക്കെ, MBDയെയും അല്ലെങ്കിൽ സിസ്റ്റത്തിനെയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് പ്ലസ് അതിൻ്റെ എന്താ പറയുക ആ ഒരു പ്രോസസ്സ് ശരിക്കും അവിടെ കട്ട് ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, വീഡിയോ ഇട്ടതിട്ടു, ആ കോണ്ടൻറ്റ് ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിലൊരു എക്സ്പ്ലനേഷൻ, പിന്നെ അതിൻ്റെ മുകളിലൊരു എക്സ്പ്ലനേഷൻ, പിന്നെ അതിൻ്റെ മുകളിലൊരു മാസ്. അതാണ് ശരിക്കും പണിയായി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചെന്നെത്തിയത്. എന്താണെങ്കിലും സഞ്ജു ടെക്കിക്ക് ഇപ്പോൾ ഈ ലൈസൻസ് റദ്ദാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയതിന് ഒരു എക്സ്പ്ലനേഷൻ മീഡിയ പറയുന്നുണ്ട്. അത് ഇയാളുടെ പ്രീവിയസ് വീഡിയോ ഒക്കെ വെച്ചിട്ടാണെന്നാണ്. MBD അങ്ങനെ ആ രീതിയിലാണ് ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കാൻ പോകണമെന്നുള്ളതൊക്കെ അതിൽ മീഡിയയിൽ പറയുന്നുണ്ട് കേട്ടോ. SKN ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന ആലപ്പുഴ കലവൂർ സ്വദേശി സജു TSനെ ആദ്യം ഒരു തവണ അമ്പലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് RTO വിളിച്ചു വരുത്തിയതാണ്. അതിൻ്റെ പേരിൽ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ഒപ്പം തന്നെ വാഹനം ഓടിച്ച മറ്റൊരു വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കുകയൊക്കെ ചെയ്ത് വിട്ടയച്ചതാണ്. ഒരു സാമൂഹ്യ സേവനം അടക്കമുള്ള പ്രവർത്തനം ചെയ്യണം. ഇന്നു മുതലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ 15 ദിവസം സാമൂഹ്യ സേവനമുള്ളത്. പക്ഷേ ഇതിനിടയിൽ ഈ സജു TS വീണ്ടും മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെ ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ
തന്നെ പരിഹസിച്ചുകൊണ്ട് നിയമവ്യവസ്ഥകളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് ചോദിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഗൗരവമായി എടുത്താണ് ഇന്ന് കാരണം കാണിക്കൽ നോട്ടീസിന് നേരിട്ട് അമ്പലപ്പുഴ RTOയ്ക്ക് മുൻപിൽ രമണൻ്റെ മുൻപിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വേണ്ട രീതിയിലുള്ള വിശദീകരണമല്ല നൽകിയിട്ടുള്ളതെങ്കിൽ ആജീവനാന്ത കാലം ഈ ലൈസൻസ് റദ്ദാക്കാനാണ് MVDയുടെ തീരുമാനം. അത് റെയറായിട്ടാണ് MVD ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് മനഃപൂർവ്വമായ നരഹത്യ, ആരെങ്കിലും മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുക തുടങ്ങിയ കേസുകളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ MVD ഇത്തരം നീക്കങ്ങളിലേക്ക് നീങ്ങുക. നിലവിൽ MVD ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ മേൽ ഈ വരുന്ന 13-ാം തീയതി ഹൈക്കോടതി മറ്റ് നിയമ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട കാര്യത്തിൽ നിർദ്ദേശം നൽകും. നിലവിൽ ഈ സഞ്ജു TS മറ്റ് പഴയ നിയമലംഘനങ്ങൾ കൂടി ഇയാൾ നടത്തിയിട്ടുണ്ട്. 160 കിലോമീറ്റർ സ്പീഡിൽ മണിക്കൂറിൽ കാർ ഓടിച്ചു. അത് ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയെ കൊണ്ട് കാർ ഓടിച്ചു. ഇയാൾക്ക് ആഡംബര കാറുകൾ ഉള്ളതിലൊക്കെ തന്നെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ ടാറ്റ സഫാരി, ബെൻസ് അടക്കമുള്ള വാഹനങ്ങളുണ്ട്. നിലവിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ ടാറ്റ സഫാരി വാഹനം MVD പോലീസിന് കൂടി കൈമാറിയിട്ടുണ്ട്. ഇന്ന് മുതലാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 15 ദിവസം സേവനമുള്ളത്. അതിന് മുൻപേ ആണ് ഇന്ന് അമ്പലപ്പുഴ RTOയ്ക്ക് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകേണ്ടതും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആജീവനാന്തകാലം അയാളുടെ ലൈസൻസ് റദ്ദാക്കുകയും മറ്റ് നടപടികളിലേക്ക് കൂടി MVD നീങ്ങുക. ജാങ്കോ, നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്ന അവസ്ഥയായി പോയി സഞ്ജുടക്കീൻ്റെ. എന്താണെങ്കിലും നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തു പോകുന്ന ആളുകളാണ്. അപ്പോൾ ചില വീഡിയോസൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആൾ പോലെ കഴുത്തിൽ വന്നിരിക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ സഞ്ജുവിൻ്റെ കേസിൽ എക്സാക്ട്ലി അതാണ് സംഭവിച്ചത്. പിന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ടൈമിൽ ഒരാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ടാഗിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു വ്ളോഗർ, ഓക്കെ, ഒരു തെറ്റ് അയാൾ ചെയ്തു. ആ തെറ്റ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു സിസ്റ്റം. അയാൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ അതിലൂടെ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടോ വീണ്ടും വീഡിയോസ് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ രീതിയിൽ കറങ്ങി തിരിഞ്ഞ് വേനയായി തലയ്ക്ക് മുകളിൽ വന്നു. ഓക്കെ, വാട്ടെവർ, എല്ലാം നിങ്ങൾ സൈഡിൽ വയ്ക്കും. ഇപ്പോൾ കോടതി നിയമം എല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കോടതി നിയമം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കാണും. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ, വ്യൂവർഷിപ്പുള്ള ഒരാൾ അയാൾ നിയമത്തിനെ വെല്ലുവിളിക്കുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മെസ്സേജാണ് ഇത് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത് ഈ വ്യക്തി എന്നുള്ള രീതിക്കായിരിക്കാം സഞ്ജുവിനെ ഇങ്ങനെ ഒരു എക്സ്ട്രീം ഇതിലേക്ക് ആജീവനാന്ത കാലം ഈ പറഞ്ഞ ലൈസൻസ് കട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി. അവർ മേ ബി അതായിരിക്കാം ഒരു തോട്ട് പ്രോസസ്സ്, അല്ല അതായിരിക്കാം സിസ്റ്റം ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കേസ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര റെയർ പ്രോസസ്സാണ് ഇങ്ങനെ ആജീവനാന്ത കാലം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നേരത്തെ ന്യൂസ് പറഞ്ഞ പോലെ അതികൊടൂരമായിട്ടുള്ള മനഃപൂർവ്വമായ നരഹത്യ വേണമെന്ന് വെച്ച് അങ്ങനെ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നൊരു സാധനമാണ്. കാരണം സഞ്ജുടയ്ക്കൊക്കെ ലൈസൻസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ട്. കാരണം വണ്ടി അത്ര ഇഷ്ടപ്പെടുന്ന, വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന, വണ്ടിയോട് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാൾക്ക് ഇനി ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനില്ല. ഓക്കെ, പക്ഷെ ചെയ്ത ആക്ടുകളൊക്കെ അതൊരു സൈഡിൽ. ഇപ്പം അയാളത് മനസ്സിലാക്കുന്നുണ്ട്, തിരുത്താൻ അയാൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അയാളുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അത് IDTRൽ പോകുന്നു, IDTRനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു ആളുകൾക്ക്. IDTRൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. ആക്ച്വലി IDTRൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ IDTR പോലത്തെ ഫെസിലിറ്റീസ് നമ്മളിത് പണിഷ്മെൻറ്റിൻ്റെ ടൈമിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് വണ്ടിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളോ, വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ പഠിച്ചാൽ പോരെ. ഞാൻ പറയുമ്പോൾ IDTR അതിലുള്ള ഫെസിലിറ്റീസ് ശരിക്കും എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനെങ്കിലും തുടങ്ങി വയ്ക്കണം. എന്നിട്ടേ കാര്യമുള്ളൂ. ഇപ്പോഴും പല ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകളും ഏതെങ്കിലും ഒരു കടമുറിൻ്റെ മുകളിലൊരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ പോകുമ്പോൾ ഒരു മറ്റേ ഡ്രൈവിങ്ങിൻ്റെ ആ ടൈം ആകുമ്പോൾ മാത്രം തട്ടിക്കൂട്ടി പഠിപ്പിച്ച് എന്തെങ്കിലും, അതല്ല കംപ്ലീറ്റ് സാധനം പഠിപ്പിച്ച് വിടുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ IDTRൻ്റെ ഫെസിലിറ്റി സഞ്ജുവിൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ശരിക്കും കൊള്ളാമല്ലോ, അതാണ് അത് ശരിക്കും പഠിപ്പിച്ച് വിടണം. അതാണ് അതിൻ്റെ ഒരു ബെറ്റർ തിങ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സഞ്ജുവിൻ്റെ കേസിൽ ഇപ്പോൾ പറയാനുള്ളത്, ഇന്നിപ്പോൾ ഞാൻ ഒരു വിഷ്വൽ കണ്ടു. ബസ്സിൽ നിന്നൊരു ചേച്ചി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡോറ് തുറന്ന് വെച്ചതാ തോന്നുന്നുണ്ട്, അങ്ങനെ പുറത്ത് വീണ്ട ചേച്ചി മരിച്ചു. ഇതിന് മുമ്പ് നമ്മൾ കണ്ടാണ് മിന്നൽ മുരളി ബസ്സിൽ നിന്ന് മിന്നൽ കണ്ടക്ടർ. അപ്പോഴും ഡോറൊക്കെ ഇപ്പോഴും പല ബസ്സുകളും ശക്തൻ സ്റ്റാച്യു പൊട്ടിച്ച KSRTC ബസ് ഇത് കളർ മാറ്റുമോ ഇനി ബസ്സിൻ്റെ KSRTCനെ വെള്ളയാക്കുമോ ഇങ്ങനെ തീടി നിർത്താതിരിക്കാൻ. അതിൻ്റെ ടയറിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും പല സീനുകളും ഉണ്ട്. ലൈക്ക് ഡ്രൈവേഴ്സിനാണെങ്കിലും അങ്ങോട്ട് കുറേ സീനുകളുണ്ട്. എല്ലാം കൂടിയും എന്താ പറയുക, ഈ ഒരു സഞ്ജുടക്കിയുടെ ഈ ഒരു ലൈസൻസ് റദ്ദാക്കുന്നതോടുകൂടി പലർക്കും പല മെസ്സേജും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടുമായിരിക്കാം.
ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിയമത്തിനെ വെല്ലുവിളിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം കിട്ടും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഈ ഒരു ചെയ്ത പ്രവൃത്തിയിൽ അയാൾ പശ്ചാത്താപമുണ്ട്. അയാൾ തന്നെ അത് പറയുന്നുണ്ട് വീഡിയോയിൽ. അയാൾ തന്നെ ഇനി ചെയ്യില്ല എന്നുള്ളൊരു മൂഡിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോയിട്ട് ആക്ട് വേണ്ടാന്ന് വെക്കുക എന്നുള്ള രീതിയിൽ വരെ അയാൾ പറയുന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി. കുറെ റൂൾസ്, അതുപോലെ തന്നെ റോഡിന്റെ സൈഡിലുള്ള കുറെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഇല്ല, അതിൽ തന്നെ റോഡിന്റെ അടുക്കുള്ള വെള്ള വര ലൈൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ കുറെ സെക്ഷൻ, അങ്ങനെ കുറെ സംഭവം. അതുപോലെ തന്നെ ഒരു സൈക്കോളജിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് നൈസ് സംഭവമായിരുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് റിയാക്ട് ചെയ്യേണ്ടത്, ആ സമയത്ത് എങ്ങനെയാണ് ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ് നടക്കുന്നത്, അതുപോലെ തന്നെ കുറെ ഇതുപോലത്തെ ഓഫീസേഴ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യമായിട്ടും നിങ്ങളും അത് ഒരു വട്ടം ജസ്റ്റ് പോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ. സൂപ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്, അറ്റ് ഈസ് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അത് MVDയുടെ അവിടെ കിടക്കുമായിരുന്നു, അത് നേരെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം എൻ്റെ പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇടേണ്ടത്, പക്ഷെ അവിടെ എന്തോ സ്ഥലമില്ലെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതിന്റെ RC എന്തോ കട്ട് ചെയ്ത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതുവരെയായിട്ടും നിലവിൽ കട്ട് ചെയ്തിട്ടില്ല, പക്ഷെ കട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് അത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തില്ല ഇത്ര വലിയ ഒരു വിഷയങ്ങളിലോട്ട് പോകുമെന്ന്. ഇത് നേരത്തെ എനിക്ക് ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇറ്റ് ഈസ് ടു ലേറ്റ് നൗ. വൈരാഗ്യ ബുദ്ധിയിൽ അയാളെ പിടിച്ച് ഈ പറഞ്ഞ ലൈസൻസ് റദ്ദാക്കാതെ ഒരു സെർട്ടൺ ടൈമിന് വേണമെങ്കിൽ ചെയ്യാം. ഒരു ഇത്ര ഒരു വർഷമോ 2 വർഷം അതൊക്കെ പിന്നെയും ആക്സെപ്റ്റബിൾ ആണ്. കാലാകാലത്തിന് അയാളെ ലൈസൻസ് കട്ട് ചെയ്ത് വിടുക എന്നുള്ള പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് ഇതിലും വലിയ റൂട്ടിൽ മറ്റേ പരിപാടി കാണിക്കുന്നവർ അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളവർക്കോ അടക്കം കൊടുക്കാത്തൊരു സാധനം സഞ്ജുവിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എന്നാണ് പറയുന്നത്. ബട്ട് അയാൾക്ക് വേറെ ഒരുപാട് ശിക്ഷകളുണ്ടല്ലോ. വേണമെങ്കിൽ വണ്ടിയുടെ RC കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ വണ്ടി പോയി കഴിയുന്നു, വണ്ടി പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈസൻസ് ഒരു സെർട്ടൺ ടൈമിന് റദ്ദാക്കിയാൽ അതുമായി. ഇനി ബാക്കി വീഡിയോസും MVD നോക്കി അതിലുള്ള നിയമ ലംഘനങ്ങൾ എടുത്തു, അതിൽ പിഴ അടപ്പിക്കാം. സഞ്ജു എന്താണെങ്കിലും ഇനി വണ്ടി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കിട്ടേണ്ട മാക്സിമം കിട്ടിയിട്ടുണ്ട് സഞ്ജുവിന്. ഇനി ലൈസൻസും കൂടെ റദ്ദാക്കലാകുമ്പോഴത്തേക്ക് തീരുമാനമാവും. സോ ഞാൻ ആ ഒരു കാര്യത്തിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ഇത് കൊടുത്ത ശിക്ഷകളും ഇനി വേണമെങ്കിൽ ശിക്ഷകളായിട്ട് കൊടുക്കാൻ പറ്റുമോ? ലൈസൻസ് റദ്ദാക്കുന്ന ഒരു സ്കീം അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരും, ഞാൻ പറഞ്ഞല്ലോ ലൈസൻസ് ഇല്ലാതെ പലരും വീട്ടിലിരിക്കുന്നു കേരളത്തിൽ. ആ അവസ്ഥയാണ്.